വെൽക്കം ബാക്ക് ടു മൈ കിച്ചൺ സ്പേസ്. കിച്ചണിലെ പാചകം കഴിയുമ്പോൾ ക്ലീനിങ്ങിൻ്റെ കാര്യം പലപ്പോഴും നമ്മൾ ഉഴപ്പാറുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള ആ മാജിക്കൽ ക്ലീനർ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഞാൻ. മിനിറ്റുകൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് ചെയ്യുന്ന ക്ലീനിങ് സെക്കൻഡുകളായി കുറയ്ക്കാൻ പോവുകയാണ് നമ്മൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഹീറോ ബേക്കിംഗ് സോഡ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മൈ കിച്ചൺ സ്പേസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ പുതിയതായിട്ടുള്ള ഏതെങ്കിലും ക്ലീനിങ് റിലേറ്റഡ് ഹാക്സ് നിങ്ങൾക്കറിയാമെങ്കിൽ അത് ഞങ്ങളുമൊത്ത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണം. കുക്കിങ്ങും പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞ് കിച്ചൺ സിങ്ക് കാണുമ്പോൾ ക്ലീൻ ചെയ്യാൻ മടി തോന്നാറുണ്ടോ? എന്നാൽ രാത്രി കിടക്കുന്നതിന് മുന്നേ സിങ്കിൽ ബേക്കിംഗ് സോഡ ഇടുക. രാവിലെ എഴുന്നേറ്റ് കഴുകിക്കളയുക. ഡീപ്പ് ക്ലീനിങ് വേണമെന്ന് തോന്നിയാൽ ചെറുതായി ഒന്ന് സ്ക്രബ് ചെയ്യുക. ഇത് ചെയ്ത് കഴിയുമ്പോൾ കിച്ചൺ സിങ്കിൻ്റെ തിളക്കം കണ്ട് അതിശയിക്കേണ്ട. ഇത് 10,000 ബേക്കിംഗ് സോഡ ഹാക്സിൽ ഒരെണ്ണം മാത്രമാണ്. ബേക്കിംഗ് സോഡ മാത്രം ഉപയോഗിച്ചാൽ ഒരിക്കലും ഗ്രാനൈറ്റോ ടൈലോ മാർബിളോ പോലെയുള്ള നാച്ചുറൽ സ്റ്റോൺസിൻ്റെ തിളക്കം കുറയില്ല. കട്ടിംഗ് ബോർഡ് ഇപ്പോൾ എല്ലാ കിച്ചണിലും കാണാറുണ്ട്. പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡാണ് ഉള്ളതെങ്കിൽ ഈ കാണുന്നത് പോലെ വെജിറ്റബിൾസ് അരിയുമ്പോൾ പറ്റുന്ന കറയും അഴുക്കും പെട്ടെന്ന് കട്ടിംഗ് ബോർഡിനെ വൃത്തികേടാക്കും. ഇത് മാറ്റാൻ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഇടുക. ഒരു നാരങ്ങയുടെ പകുതി എടുത്ത് ഇതുപോലെ ഉരയ്ക്കുക. മിനിറ്റ് ഇത് കഴുകാതെ മാറ്റിവെക്കുക. ഇത് ടൈലിലോ ഗ്രാനൈറ്റിലോ മാർബിളോ ഇതുപോലെയുള്ള നാച്ചുറൽ സ്റ്റോൺസിൽ വയ്ക്കാതിരിക്കുക. കാരണം നാരങ്ങ നീര് നാച്ചുറൽ സ്റ്റോൺസിൻ്റെ കളറ് മാറ്റും. 30 മിനിറ്റ് കഴിയുമ്പോൾ സ്ക്രബ്ബർ വച്ച് ഉരച്ച് വൃത്തിയാക്കുക. ദാ ബിഫോറും ആഫ്റ്ററും നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. നിങ്ങൾ തടിയിലെ കട്ടിംഗ് ബോർഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ മെത്തേഡ് ഫോളോ ചെയ്യാതിരിക്കുക. പാത്രം വൃത്തിയാക്കി കഴുകി വയ്ക്കുന്നത് നമ്മുടെ ശീലമാണ്. പക്ഷേ പാത്രം കഴുകുന്ന സ്ക്രബ്ബറോ? മാസം തോറും പുതിയ സ്ക്രബ്ബർ എടുത്താലും ഉപയോഗിച്ച് ഒരാഴ്ച കഴിയുമ്പോൾ അതിൻ്റെ വിഴുവിഴുപ്പും ദുർഗന്ധവും ശ്രദ്ധിച്ചിട്ടില്ലേ? സ്ക്രബ്ബർ പുതിയതുപോലെയാക്കാൻ 2 മിനിറ്റ് പോലും വേണ്ട. ഒരു പാത്രത്തിൽ കുറച്ച് ബേക്കിംഗ് സോഡയും വെള്ളവും എടുത്ത് എല്ലാ സ്ക്രബ്ബറും ഇട്ട് തിളപ്പിക്കുക. വെട്ടി തിളയ്ക്കുമ്പോൾ ഫ്ലെയിം ലോയിലിടുക. കാരണം സ്ക്രബ്ബറിലുള്ള എല്ലാ അഴുക്കും സോപ്പിൻ്റെ അംശവും പതഞ്ഞ് പൊങ്ങി വരും. 5 മിനിറ്റ് കഴിയുമ്പോൾ നല്ല വെള്ളത്തിൽ കഴുകി ഉണക്കി ഉപയോഗിക്കാം. ഗ്യാസ് സ്റ്റൗ വൃത്തിയാക്കി സൂക്ഷിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. കുക്കറിൽ നിന്നും തിളച്ചു വീഴുന്നതും കടുവറുക്കുമ്പോഴുള്ള എണ്ണയും എല്ലാം കൂടി ജോലിഭാരം ഇരട്ടിയാക്കുന്നു. ഗ്യാസ് സ്റ്റൗ വൃത്തിയാക്കുന്നത് ഈസിയാക്കാൻ അത്താഴം കഴിക്കും മുമ്പേ ബേക്കിംഗ് സോഡ ഗ്യാസ് സ്റ്റോപ്പിൽ ഇടുക. കുറച്ച് വെള്ളം കൂടി തളിക്കുക. അത്താഴം കഴിച്ചു വന്നതിന് ശേഷം ഇത് തുടച്ചു മാറ്റുക. ഈ മെത്തേഡ് സ്റ്റീൽ ഗ്യാസ് സ്റ്റൗവിലും ഉപയോഗിക്കാം. കിച്ചൺ ക്ലീനിങ്ങിന് എപ്പോഴും മൈക്രോഫൈബർ ടവൽ ഉപയോഗിക്കുക. ഇത് ക്ലീനിങ് ജോലി എളുപ്പമാക്കും. അടുക്കളയിലെ ജോലി തിരക്കുകൾക്കിടയിൽ ചുവരുകൾ വൃത്തിയാക്കാൻ നമ്മൾ പലപ്പോഴും മറക്കാറുണ്ട്. സ്വിച്ച് ബോർഡിൻ്റെ അടുത്തുള്ള ഭാഗത്താണ് കൈകൾ തട്ടി ഏറ്റവും കൂടുതൽ വൃത്തികേടാവുന്നത്. ഇനി പെയിൻറ്റിലെ അഴുക്കുകളും മാറ്റാൻ ഒട്ടും പ്രയാസമില്ല. ഓൾ പർപ്പസ് ക്ലീനർ വൃത്തിയാക്കേണ്ട ഭാഗത്ത് സ്പ്രേ ചെയ്യുക. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് ഇലക്ട്രിക് സപ്ലൈ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. ഈ ഓൾ പർപ്പസ് ക്ലീനർ ഉണ്ടാക്കാൻ 1 ടേബിൾ സ്പൂൺ ഡിഷ് വാഷിംഗ് ലിക്വിഡും 1 സ്പ്രേ ബോട്ടിൽ നിറയെ വെള്ളവും എടുക്കുക. ഇത് വൃത്തിയാക്കേണ്ട ഭാഗത്ത് സ്പ്രേ ചെയ്യുക. ശേഷം ബേക്കിംഗ് സോഡയും വെള്ളവും കൊണ്ട് ഒരു പേസ്റ്റ് പോലെ ആക്കി അത് ഈ ഭാഗത്ത് പുരട്ടുക. 5 മിനിറ്റ് ശേഷം തുടച്ചു മാറ്റുക. ബിഫോർ ആഫ്റ്റർ കണ്ടപ്പോൾ മനസ്സിലായില്ലേ ഇതൊരു എഫക്റ്റീവ് ഹാക്കാണെന്ന്?
കിച്ചൺ സിങ്ക് എത്ര വൃത്തിയായി സൂക്ഷിച്ചാലും ഡ്രെയിനേജ് ബ്ലോക്ക് എല്ലാ കിച്ചണിലെയും പ്രശ്നമാണ്. ഇത് മാറ്റാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് സിങ്കിൽ ഫുഡ് വേസ്റ്റ് ഇടാതിരിക്കുക എന്നതാണ്. ബ്ലോക്ക് മാറ്റാൻ 2 കപ്പ് വിനിഗർ ഇലക്ട്രിക് കെറ്റിലിൽ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിൽ തിളപ്പിക്കുക. ഈ ഹാക്കിന് 2 ഉപയോഗമുണ്ട്. ഒന്ന്, വിനിഗർ തിളപ്പിക്കുന്ന പാത്രം അല്ലെങ്കിൽ കെറ്റിൽ വൃത്തിയാകും. അതോടൊപ്പം തന്നെ ഡ്രെയിനേജ് ബ്ലോക്ക് മാറും. ഇനി സിങ്കിൽ 1 കപ്പ് ബേക്കിംഗ് സോഡ ഇടുക. തിളപ്പിച്ച വിനിഗർ ചൂടോടെ സിങ്കിൽ ഒഴിക്കുക. ബേക്കിംഗ് സോഡയും വിനിഗറിൻ്റെയും റിയാക്ഷൻ കൊണ്ട് സിങ്ക് ബ്ലോക്ക് സെക്കൻഡുകൾ കൊണ്ട് മാറും. ഫ്രിഡ്ജിലെയും അണ്ടർ സിങ്ക് ക്യാബിനറ്റിലെയും കിച്ചൺ റാക്കിലെയും ദുർഗന്ധം നിങ്ങളുടെ വീട്ടിലെയും പ്രശ്നമാണോ? അത് മാറ്റാൻ ഒരു ബൗളിൽ ബേക്കിംഗ് സോഡ ഇട്ട് വയ്ക്കുക. ആഴ്ചതോറും ഇത് മാറ്റി റീഫിൽ ചെയ്യുക. ബേക്കിംഗ് സോഡ ഒരു നാച്ചുറൽ ഡിയോഡറൈസർ ആണ്. ബേക്കിംഗ് സോഡ പാത്രത്തിൽ ഇട്ടു വയ്ക്കുന്നതിന് പകരം ക്യാബിനറ്റിലും റാക്കിലും ഒക്കെ ഇടുകയും ചെയ്യാം. ഈ ബേക്കിംഗ് സോഡ കിച്ചണിൽ മാത്രമല്ല, ഷൂസിലും ലോണ്ടറി ബാസ്ക്കറ്റിലും കാർപ്പറ്റിലും മുഷിഞ്ഞ തുണികളിലുമുള്ള ദുർഗന്ധവും മാറ്റും. വാഷ് ബേസിൻ വൃത്തിയാക്കാൻ കിച്ചൺ സിങ്ക് വൃത്തിയാക്കുന്നതിലും പ്രയാസമാണ്. ഈ ജോലി എളുപ്പമാക്കാൻ വാഷ് ബേസിനിൽ ബേക്കിംഗ് സോഡ ഇടുക. അരമണിക്കൂർ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കാം. ഇപ്പോൾ കടകളിൽ വെജിറ്റബിൾസ് കഴുകാനുള്ള വില കൂടിയ സൊല്യൂഷൻസ് വാങ്ങാൻ കിട്ടും. പക്ഷേ അത് വളരെ ചിലവ് കുറച്ചും എഫക്റ്റീവായും ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഇതിന് ബേക്കിംഗ് സോഡയും വെള്ളവും ചേർത്ത് ഒരു പേസ്റ്റ് പോലെയാക്കി വെജിറ്റബിൾസിൽ ഉരച്ചു കഴുകി വൃത്തിയാക്കാം. ഇനി വെജിറ്റബിൾസിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡയും വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് അതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കുറച്ചു നേരം മാറ്റി വയ്ക്കുക. ശേഷം നല്ല വെള്ളത്തിൽ കഴുകി ഉപയോഗിക്കാം. ഉറുമ്പുകളുടെ ശല്യം എല്ലാ വീട്ടിലെയും പ്രശ്നമാണ്. ഇതകറ്റാൻ കിച്ചണിൽ 1/4 കപ്പ് ബേക്കിംഗ് സോഡയും 1/4 കപ്പ് പഞ്ചസാരയും ഒരു ബൗളിൽ മിക്സ് ചെയ്ത് വയ്ക്കുക. ഇതിലെ പഞ്ചസാര ഉറുമ്പുകളെ ആകർഷിക്കുന്നു. പക്ഷേ ബേക്കിംഗ് സോഡ വയറ്റിൽ ചെന്ന് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലുള്ള ആസിഡ്സുമായി റിയാക്ട് ചെയ്ത് ഒരു എക്സ്പ്ലോഷൻ സൃഷ്ടിക്കുന്നു. അങ്ങനെ ഉറുമ്പുകളുടെ ശല്യം നിങ്ങളുടെ കിച്ചണിൽ നിന്നും എന്നേക്കുമായി അകറ്റാം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ഹാപ്പി കുക്കിംഗ് ഫ്രം മൈ കിച്ചൺ സ്പേസ്. താങ്ക് യു.